لله وعلى آله وصحبه أجمعين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فاتقوا الله عباد الله اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. സൽസ്വഭാവം അത് മടങ്ങുന്ന 4 ഹദീത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. 2 ഹദീത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചതാണ്. ആ 2 ഹദീത്ത് ചെറിയ നിലക്കൊന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് അടുത്ത ബാക്കിയുള്ള 2 ഹദീസിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ പഠിച്ചത് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അതല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യുക്രിം ജാറഹു. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അവൻ്റെ അയൽവാസിയെ ആദരിക്കട്ടെ. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യുക്രിം ളൈഫഹു. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ അവൻ്റെ അതിഥിയെ ആദരിക്കട്ടെ. രണ്ടാമത്തെ ഹദീസ് നമ്മൾ പഠിച്ചത് ഇമാം ബുഖാരിയും മുസ്ലിമും തന്നെ ഉദ്ധരിക്കുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നിങ്ങളിൽ ആരും തന്നെ മുഅ്മിനാവുകയില്ല അവൻ സ്വന്തം നഫ്സിന് സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ എന്നുള്ള ഹദീസ്. അതിൻ്റെ മർത്തബകളെല്ലാം നമ്മൾ ചെറിയ നിലക്ക് വിശദീകരിച്ചതാണ്. മൂന്നാമത്തെ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. എന്താണ്? അന്ന റജുലൻ ഖാല ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഔസിനി. ഒരു വ്യക്തി വന്നിട്ട് റസൂലിനോട് പറഞ്ഞു, വസിയത്ത് നൽകിയാൽ, ഉപദേശം നൽകിയാൽ. ഖാല ലാ തഗ്ദബ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, നീ കോപിക്കരുത്. ഫറദ്ദദ മിറാറൻ. ആ വ്യക്തി ആവർത്തിച്ച് വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു. ചോദിച്ചപ്പോഴെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി ലാ തഗ്ദബ്, നീ കോപിക്കരുത് എന്നാണ്. ഇങ്ങനെ നമ്മൾ പല ഹദീസുകളിലും കാണാൻ സാധിക്കും. റസൂലിനോട് വന്നിട്ട് സ്വഹാബത്ത് വസിയത്ത് ചോദിക്കുന്നത്. ഓരോ സന്ദർഭത്തിലും റസൂൽ നൽകുന്ന വസിയത്ത് വ്യത്യസ്ത രൂപത്തിലുള്ളതായിരിക്കും. വ്യത്യസ്തങ്ങളായ വസിയത്തുകളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതായിട്ട് കാണുന്നത്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം? ഒരാൾ വസിയത്ത് ചോദിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വ്യക്തിയുടെ അവസ്ഥക്കും സാഹചര്യത്തിനും ആ വ്യക്തിയുടെ മസ്ലഹത്തുമെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസിയത്ത് നൽകിയിരുന്നത് എന്നാണ്. നമ്മോടായാലും ആരെങ്കിലും വസിയത്ത് ചോദിക്കുന്ന സമയത്ത് നമ്മൾ നൽകുന്ന വസിയത്ത് ആ വ്യക്തിയുടെ ഗുണദോഷങ്ങളെയെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കണം. എല്ലാവർക്കും ഒരേ രൂപത്തിലുള്ള ഉപദേശം നൽകിയാൽ ഒരുപക്ഷെ ഫലം ലഭിച്ചു കൊള്ളണമെന്നില്ല. ഓരോരുത്തർക്കും അവരുടേതായ സാഹചര്യങ്ങളും എല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഏതൊരു കാര്യത്തിലും. ഇത് നമ്മൾ പറഞ്ഞതാണ്, ദീൻ തന്നെ നിലകൊള്ളുന്നത് മസ്ലഹത്തും മഫ്സദത്തും പരിഗണിച്ചുകൊണ്ടാണ് എന്നുള്ളത്. എന്താണ് ഈ ഹദീസിൽ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? ലാ തഗ്ദബ്, നീ കോപിക്കരുത് എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം, കോപം എന്നത് ഒരു വികാരമാണ്. അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം വരിക, ദുഃഖം വരിക എന്നതുപോലെ അവൻ്റെ മനസ്സിൽ അവന് നിയന്ത്രിക്കാൻ
പറ്റുന്നൊരു കാര്യമല്ല, ഒരു വികാരമാണ്. അള്ളാഹു നമ്മുടെ സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു വികാരമാണ്. സ്വാഭാവികമായും നമുക്ക് വെറുപ്പുള്ള, പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം കണ്ടാൽ നമ്മുടെ മനസ്സിൽ ദേഷ്യം വരിക, കോപം വരിക എന്നുള്ളത് സ്വാഭാവികമായി നടക്കുന്നൊരു കാര്യമാണ്. അത് നമ്മുടെ നിയന്ത്രണത്തിൽപ്പെട്ടതല്ല. പിന്നെന്താണ് ഇവിടെ ഉദ്ദേശം? ഈ ഹദീസിൻ്റെ ഉദ്ദേശം 2 നിലക്കാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഒന്നാമത്, കോപം വന്നാൽ ആ കോപത്തിൻ്റെ ഭാഗമായി അതിനുശേഷം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന അക്രമങ്ങളോ അതല്ലെങ്കിൽ മോശമായ സംസാരങ്ങളോ അതുപോലെയുള്ള കോപത്തിന് ശേഷം വരുന്ന കാര്യങ്ങളാണ് ഇവിടെ റസൂല് വിരോധിച്ചിട്ടുള്ളത്. കോപം എന്നത് ഒരു വികാരമാണ്, അത് വരും, അത് നമ്മുടെ നിയന്ത്രണത്തിൽപ്പെട്ടതല്ല. ഇവിടെ വിരോധം എന്താണ്? കോപിക്കരുത് എന്നതുകൊണ്ട് ഉദ്ദേശം, കോപിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ചില മോശമായ കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ലാത്തതായ പല കാര്യങ്ങളുണ്ടാവും. അത് ചെയ്യരുത് എന്നാണ് ഇവിടെ ഉദ്ദേശം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. രണ്ടാമത്തെ നിലക്കുള്ളൊരു വിശദീകരണം, കോപം വരാനുള്ള സാഹചര്യം അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായി നമുക്കറിയാം, ഒരു വ്യക്തിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നല്ല നിലക്ക് തുടങ്ങിയ സംസാരമായിരിക്കും, അത് പിന്നീട് ഒരു തർക്കത്തിലേക്കോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്കോ എത്തി എന്ന് കണ്ടാൽ അടുത്ത നിമിഷം നമ്മൾ കോപിക്കുമെന്ന് മനസ്സിലാക്കിയാൽ ആ സാഹചര്യം ഒഴിവാക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കോപം എന്നുള്ളത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു വികാരമാണ്. ഇവിടെ ഉദ്ദേശം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ്. അതല്ലെങ്കിൽ ആ കോപം കൊണ്ട് നമ്മൾ പിന്നീട് ചെയ്യുന്ന മോശമായ ദീൻ വിലക്കിയ കാര്യങ്ങൾ അതൊഴിവാക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഈ ഹദീസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ട കാര്യം, സ്വാഭാവികമായും ഒരാൾ കോപിക്കുക എന്നുള്ളത് ആ വ്യക്തി ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, അതല്ലെങ്കിൽ സമൂഹത്തിൽ ആളുകൾക്കിടയിൽ സ്ഥാനമുള്ള ആളുകളോടായിരിക്കില്ല പലപ്പോഴും കോപം പ്രകടിപ്പിക്കുക. കോപം പ്രകടിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കീഴിലുള്ള, നമുക്ക് കോപം പ്രകടിപ്പിക്കാൻ അവകാശമുള്ള, അതല്ലെങ്കിൽ അധികാരം തോന്നുന്ന ആളുകൾക്കിടയിലാണ് നമ്മൾ കോപം പ്രകടിപ്പിക്കാറുള്ളത്. അതല്ലെങ്കിൽ ആ കോപത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മറ്റു അക്രമങ്ങൾ നടത്താറുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ കീഴിലുള്ള, നിയന്ത്രണത്തിലുള്ള ഭാര്യമാർ, മക്കൾ, അതല്ലെങ്കിൽ നമ്മേക്കാൾ താഴെയുള്ള നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, കുടുംബത്തിലുള്ള ആളുകൾ, അവരുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ്, അതുമായിട്ടാണ് ഈ ഹദീസ് നമ്മൾ തട്ടിച്ചു നോക്കേണ്ടത്. നമ്മൾ പൊതുവെ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് ആളുകൾക്കിടയിൽ നിൽക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മെ ദീൻ പഠിപ്പിക്കുന്ന, അതല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കുന്ന ആളുകളോട് ഞാൻ കോപിക്കുന്നില്ലല്ലോ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഹദീസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, എൻ്റെ കീഴിലുള്ള, എൻ്റെ അധീനത്തിലുള്ള ആളുകളോട് ഞാൻ എങ്ങനെ പെരുമാറുന്നു എന്നാണ്. കാരണം അവരോടായിരിക്കും നമ്മൾ കൂടുതൽ കോപിക്കുക, അതല്ലാത്തവരോട് നമ്മൾ പലപ്പോഴും കോപിക്കാറില്ല. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആ മേഖലയിൽ ഞാൻ എങ്ങനെ എൻ്റെ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ശരി, ഇനി ഹദീസിൽ പറഞ്ഞിട്ടുള്ള കോപം, അത് 2 രീതിയിൽ പണ്ഡിതന്മാർ വേർതിരിച്ചതായി കാണാൻ സാധിക്കും. ഒന്ന്, ദുനിയാവിൻ്റെ വിഷയത്തിൽ കോപിക്കുക എന്നുള്ളതാണ്. ദുനിയാവിൻ്റെ എന്തെങ്കിലും കാര്യത്തിൻ്റെ പേരിൽ ഒരു മുസ്ലിം സഹോദരനോട്, അതല്ലെങ്കിൽ നമ്മുടെ കീഴിലുള്ള ആളുകളോട് നമ്മൾ കോപിക്കുക എന്നുള്ളത് മദ്മൂമായ കോപമാണ്, അതായത് ആക്ഷേപിക്കപ്പെട്ട കോപമാണ്. അങ്ങനെ ഒരു കോപം, അതല്ലെങ്കിൽ ആ രൂപത്തിൽ
ദേഷ്യം പ്രകടിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ സ്വഭാവത്തിലുണ്ട് എങ്കിൽ നമ്മൾ മാറ്റേണ്ടതാണ്. പലപ്പോഴും ഒരു 90% അതല്ലെങ്കിൽ അതിൽ കൂടുതലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കോപിക്കാറുള്ളത്, ദേഷ്യപ്പെടാറുള്ളത് ഇത്തരത്തിലുള്ള ദുനിയാവിൻ്റെ എന്തെങ്കിലും കാര്യത്തിൻ്റെ പേരിലായിരിക്കും. അതുകൊണ്ട് ആ നിലക്കുള്ള കോപം അത് ആക്ഷേപിക്കപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. എന്നാൽ മഹ്മൂദായ, സ്തുത്യർഹമായ, നല്ല രൂപത്തിലുള്ള കോപം എന്ന് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയിട്ടുള്ള കോപമുണ്ട്. അതെന്താണ്? ഒരു പക്ഷേ ദേഷ്യപ്പെടേണ്ട സന്ദർഭങ്ങളുണ്ടാവും. ആ ദേഷ്യപ്പെടുന്നത് നമ്മൾ അള്ളാഹുവിന് വേണ്ടിയാണ് എങ്കിൽ, ദീനിൻ്റെ വിഷയത്തിലാണ് എങ്കിൽ അത് മഹ്മൂദായ കോപമാണ്. കാരണം നമ്മളേറെ ചിന്തിക്കേണ്ട ഒരു ഹദീസാണ്. നമ്മുടെ ഭാര്യമാർ അതല്ലെങ്കിൽ നമ്മുടെ കീഴിലുള്ളവർ, നമ്മുടെ കുടുംബത്തിലുള്ളവർ നമ്മളെപ്പറ്റി ഇങ്ങനെ പറയണമെന്നാണ്. ഇങ്ങനെ പറയുമോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വമൻ തഖമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലിനഫ്സിഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സ്വന്തത്തിന് വേണ്ടി പ്രതികാരം ചെയ്തിട്ടില്ല, അതല്ലെങ്കിൽ കോപിച്ചിട്ടില്ല. ഇല്ല അൻ തുൻതഹക ഹുർമത്തുല്ലാഹി ഫയന്തഖിമു ലില്ലാഹി ബിഹാ, അള്ളാഹുവിന് ദേഷ്യമുണ്ടാക്കുന്ന, അതല്ലെങ്കിൽ അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന, അള്ളാഹു ഹറാമാക്കിയ എന്തെങ്കിലും കാര്യം നടന്നാലല്ലാതെ, ആ വിഷയത്തിൽ അള്ളാഹുവിന് വേണ്ടിയല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കോപിച്ചിട്ടില്ല എന്ന് വേറെ ആരുമല്ല പറയണത്. റസൂലിൻ്റെ കൂടെ, റസൂലിൻ്റെ രാവും പകലും അറിയാവുന്ന പ്രിയ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയാണ് പറയുന്നത്. ഇതിനേക്കാൾ വലിയ സർട്ടിഫിക്കറ്റ് ഇനി വേണ്ടതില്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന് വേണ്ടിയേ കോപിച്ചിട്ടുള്ളൂ. നമ്മുടെ കോപവും അതുപോലെയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഈ ദീനിൻ്റെ വിഷയത്തിലുള്ള കോപം അതും ഒഴിവാക്കുന്ന ചില ആളുകളുണ്ടാവും. കോപിക്കാൻ പാടില്ല, അതല്ലെങ്കിൽ ദീൻ എന്താണ് വിട്ടുവീഴ്ച പഠിപ്പിച്ചിട്ടുള്ള മതമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കോപം പ്രകടിപ്പിക്കേണ്ട സന്ദർഭങ്ങളിലും പ്രകടിപ്പിക്കാത്ത ആളുകളുണ്ടാവും. എന്താണ് ഇമാം ഷാഫി റഹിമഹുല്ലാ പറഞ്ഞത്? മനിസ്തുഗ്ദിബ ഫലം യഗ്ദബ് ഫഹുവ ഹിമാർ, ആരെങ്കിലും കോപിക്കേണ്ട സന്ദർഭത്തിൽ, ദേഷ്യപ്പെടേണ്ട സന്ദർഭത്തിൽ അവൻ ദേഷ്യപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ കഴുതയാണ് എന്നാണ് പറഞ്ഞത്. കഴുതയാണ്. എന്താണ് കാരണം? ഒരു കുട്ടി, നമ്മുടെ മക്കളിൽ ആരെങ്കിലും ഒരാൾ, അതല്ലെങ്കിൽ ഭാര്യ, ഒരു ഹറാമായ ഒരു കാര്യം ചെയ്താൽ, അതല്ലെങ്കിൽ അള്ളാഹുവിന് തൃപ്തിയില്ലാത്തൊരു കാര്യം ചെയ്താൽ, അത് കോപിക്കേണ്ട അവസ്ഥയിലുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ കോപിച്ചിട്ടില്ല എങ്കിൽ അതെന്തിലേക്കുള്ള വാതിലാണ്? വീണ്ടും അവർ ആ പ്രവൃത്തി ചെയ്യാനും, അതല്ലെങ്കിൽ അതിനേക്കാൾ വലിയ മോശമായ ഹറാമായ കാര്യങ്ങൾ ചെയ്യാനുള്ള വാതിൽ തുറക്കലാണത്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാം, റസൂൽ അങ്ങേയറ്റം ഔദാര്യവാനായ വ്യക്തിയാണ്, സ്നേഹമുള്ള വ്യക്തിയാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസമുണ്ടാവുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നിങ്ങളോട് അങ്ങേയറ്റം റഹ്മത്തുള്ള വ്യക്തിയാണ് എന്നെല്ലാം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായി കൊണ്ടല്ലാതെ താങ്കളെ നിയോഗിച്ചിട്ടില്ല എന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് പുകഴ്ത്തിയിട്ടുള്ളതാണ്. പക്ഷേ അതേ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം തന്നെ ചില അദ്ദേഹത്തിൻ്റെ നടപടികൾ നമ്മൾ ചരിത്രത്തിലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ഈ ഒരു ബാബ്, വാതിൽ, ഹറാമിലേക്കുള്ള, അതല്ലെങ്കിൽ അക്രമം കൂടുതൽ നടക്കാൻ സാധ്യതയുള്ള വാതിലുകൾ അടക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അദ്ദേഹം ചില സന്ദർഭങ്ങളിൽ കോപിക്കുകയോ അതല്ലെങ്കിൽ പ്രതികാരം ചെയ്യുകയോ ചെയ്തതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് കോപിക്കേണ്ട സന്ദർഭമാണ് എങ്കിൽ അത് അതിൻ്റെ പരിധിയിലെത്തിക്കഴിഞ്ഞാൽ കോപിക്കേണ്ട സന്ദർഭത്തിൽ കോപിക്കുകയും വേണം. എന്നാൽ ആ കോപം ഒരു പരിധി വിടാൻ പറ്റുമോ? ആ കോപത്തിൻ്റെ പരിധി, കോപിച്ച് ദേഷ്യപ്പെട്ട് കോപം പ്രകടിപ്പിച്ച് അതിൻ്റേതായ ഒരു പരിധിയും കടന്നു പോയാൽ അതനുവദിച്ചിട്ടില്ല ദീൻ. കാരണം നമുക്കറിയാവുന്നതാണ്,
ഒരു ഹദീസിൽ കാണാം. എന്താണ്? ഒരു വ്യക്തി ഒരാളോട് സംസാരിച്ച് ദേഷ്യപ്പെടേണ്ട സന്ദർഭമായിരുന്നു. പക്ഷെ ദേഷ്യപ്പെട്ട് ലാസ്റ്റ് എന്തായി? ലൻ യഗ്ഫിറല്ലാഹു ലക, അള്ളാഹു നിനക്ക് പുറത്തു തരികയില്ല എന്ന് പറഞ്ഞു. അത് പരിധി വിടല. ആ വ്യക്തി പരിധി വിട്ടു. ആ വിഷയത്തിൽ ദേഷ്യപ്പെടേണ്ടതായിരുന്നു, കോപിക്കേണ്ടതായിരുന്നു. പക്ഷേ കോപിച്ച് അതിൻ്റെ പേരിൽ ആ പറഞ്ഞ വാക്ക് എന്നുള്ളത് പരിധി വിട്ട വാക്കാണ്. അള്ളാഹു താങ്കൾക്കൊരിക്കലും പുറത്തു തരികയില്ല എന്നാണ് പറഞ്ഞത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞതായി കാണാം. ഖാല കലിമത്തൻ, ആ വ്യക്തി ഒരു വാക്കാണ് പറഞ്ഞത്. എന്താണ്? ലൻ യഗ്ഫിറല്ലാഹു ലക, അള്ളാഹു നിനക്ക് പുറത്തു തരില്ല എന്നുള്ളൊരു വാക്കേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അദ്ഹബ ദുനിയ വ ആഖിറതഹു, അവൻ്റെ ദുനിയാവും ആഖിറത്തും അവൻ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ്. കോപം അത് ഏത് സമയത്തും ഒഴിവാക്കേണ്ടതല്ല. കോപിക്കേണ്ട സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭം മനസ്സിലാക്കി അതിൻ്റേതായ അളവിലും രൂപത്തിലും ദീൻ പറഞ്ഞ രൂപത്തിൽ കോപം പ്രകടിപ്പിക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഈ കോപം എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ശേഷം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ നമ്മുടെ സ്വാഭാവിക മാനസികാവസ്ഥയ്ക്കും അപ്പുറമായിരിക്കും. കോപിക്കുന്ന വ്യക്തി നമുക്കറിയാം. നമ്മൾ തന്നെ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും. ഈ വ്യക്തി ഇങ്ങനെയൊക്കെ സംസാരിക്കുമായിരുന്നു. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചിന്തിച്ചു അതായത് നമുക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. പല ആളുകളെ ഇങ്ങനെയൊക്കെ ഈ വ്യക്തി ചെയ്യുമായിരുന്നു. ഈ കോപം അത് നമ്മുടെ ആ സ്വാഭാവിക മാനസികാവസ്ഥനെ ഇല്ലാതാക്കുന്നൊരു കാര്യമാണ്. പലപ്പോഴും ആ കോപത്തിൻ്റെ പേരിൽ നമ്മൾ നമ്മുടേതായ ആ സ്വഭാവ ഗുണത്തിനും അപ്പുറം, അതല്ലെങ്കിൽ ദീൻ പഠിപ്പിച്ച നമുക്കറിയാവുന്നതായിട്ടുള്ള നമ്മൾ ഇതുവരെ കാത്തു സൂക്ഷിച്ചിട്ടുള്ളതായ പല ഗുണങ്ങളെയും ഒരു പക്ഷേ ആ കോപത്തിൻ്റെ സന്ദർഭത്തിൽ നമ്മൾ തകർത്ത് കളയും. അതുകൊണ്ടാണ് ദീനിലൊരു വിധി വന്നിട്ടുള്ളത്. എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖാദിയ അൻ യഖദിയ വഹുവ ഗദ്ബാൻ. ഒരു ഖാദിയായ വിധികർത്താവായ ഒരു വ്യക്തി അയാൾ കോപിഷ്ഠനായിരിക്കെ വിധി കൽപ്പിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? ആ കോപം ഉള്ള സമയത്ത് ഒരു വിഷയത്തിൽ വിധി കൽപ്പിച്ചാൽ ഒരു പക്ഷേ ആ വിധി കൽപ്പിക്കുന്നതിൽ വരെ അബദ്ധം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കോപിഷ്ഠനായിരിക്കുന്ന സമയത്ത് വിധി കൽപ്പിക്കാൻ പാടില്ല ഒരു ഖാദിയായ വ്യക്തി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എല്ലാവിധ ഷെറുകളും തിന്മകളും ഒരുമിച്ചിട്ടുള്ള ഒരു സ്വഭാവമാണ് കോപമെന്നുള്ളത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോപം ഉള്ള ഒരു വ്യക്തി അതിനുശേഷം ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം തർത്തീബ് തെറ്റിയ രൂപത്തിലായിരിക്കും. ഒരു തർത്തീബുമില്ലാത്ത, ഇതുവരെ ചെയ്തിട്ടില്ലാത്ത, അവന് പരിചയമില്ലാത്ത, അതല്ലെങ്കിൽ വളരെ മോശമായ രൂപത്തിലായിരിക്കും പല കാര്യങ്ങളും പ്രവർത്തിക്കുകയും അവൻ്റെ വായിൽ നിന്ന് വരുന്ന സംസാരവുമെല്ലാം അത്തരത്തിലുള്ള രൂപത്തിലായിരിക്കും. അതുകൊണ്ട് കോപം നമ്മൾ അതിനുള്ള സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് കണ്ടാൽ ആ സാഹചര്യം ഒഴിവാക്കുക. അതുപോലെ തന്നെ കോപം വന്നു കഴിഞ്ഞാൽ കോപത്തിൻ്റെ ബാക്കിയായി നമ്മൾ ചെയ്യുന്ന അക്രമങ്ങളോ അതല്ലെങ്കിൽ അനീതിയോ മോശമായ പ്രവർത്തനങ്ങളോ വാക്കുകളോ അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ്. ഇതാണ് ചെറിയ നിലക്ക് ഈ ഹദീസിനെ പറ്റി വിശദീകരിക്കാനുള്ളത്. ഇനി പണ്ഡിതന്മാർ ഈ കോപത്തിനുള്ള ചില ചികിത്സകൾ വിശദീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് തന്നെ എല്ലാം ആയിക്കൊണ്ട് കോപത്തിനുള്ള ചികിത്സകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, കോപം നമ്മൾ നിയന്ത്രിച്ചാൽ നമുക്ക് നാളെ പരലോകത്ത് ലഭിക്കാനുള്ള നിഅമത്തിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പ്രതിഫലത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ്. എന്താണ്? ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിച്ച മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ ഇപ്രകാരം കാണാം: മൻ കദമ ഗൈദൻ വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു. ഒരാൾ
കോപം വന്നു. എന്നിട്ട് ആ കോപം അവൻ നിയന്ത്രിച്ചു. പക്ഷേ വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു, ആ കോപം, അതിൻ്റെ പേരിലുള്ള ആ കോപം പ്രകടിപ്പിക്കാൻ അവൻ കഴിവുള്ളവനായിരുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവൻ കോപിച്ചിട്ടുള്ളത് അവൻ്റെ കീഴിലുള്ള ആളുകളോടാണ് അവന് ദേഷ്യം വന്നിട്ടുള്ളത്. ആ കോപം വേണമെങ്കിൽ അവന് പ്രകടിപ്പിക്കാം. ഭാര്യയുടെ മുന്നിൽ വേണമെങ്കിൽ ദേഷ്യപ്പെടാം. മക്കളുടെ മുന്നിൽ ദേഷ്യപ്പെടാം. അവന് അധികാരമുണ്ട്, അവകാശമുണ്ട്. എന്നിട്ടും അവൻ അതിനെ നിയന്ത്രിച്ചാൽ ദഅാഹു അല്ലാഹു അസ്സ വജല്ല അലാ റൂസിൽ ഖലായിഖ് യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ സർവ സൃഷ്ടികൾക്ക് മുമ്പിൽ അള്ളാഹു അവനെ പ്രത്യേകം വിളിക്കുന്നതാണ്. എന്നിട്ട് ഹത്താ യുഖയ്യിറഹു അല്ലാഹു മിനൽ ഹൂരിൽ ഐനി മാ ശാ, അവൻ ഉദ്ദേശിക്കുന്ന ഹൂറുലീങ്ങളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ അള്ളാഹു അവന് അവസരം നൽകുന്നതാണ് എന്നുള്ളതാണ്. ഇത് കോപം നിയന്ത്രിച്ചവർക്കുള്ള പ്രത്യേകമായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പരലോകത്ത് വെച്ചിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. ഇത് ആലോചിച്ചാൽ, ഈ പ്രതിഫലത്തെ ആലോചിച്ചാൽ കോപത്തെ നമുക്ക് നിയന്ത്രിക്കാനാവും. മാത്രമല്ല ഇവിടെ ഒരു കണ്ടീഷനും കൂടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ആ കോപം ഇവന് വേണമെങ്കിൽ നടപ്പിലാക്കാമായിരുന്നു, ആ കഴിവുള്ള സാഹചര്യമാണ്. എന്നിട്ടുമാണ് അവൻ നിയന്ത്രിച്ചത്. മറ്റേത് പലപ്പോഴും നമുക്ക് കോപം വന്നാലും അത് പ്രകടിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമ്മൾ നിയന്ത്രിക്കും സ്വാഭാവികമായിട്ട്. നമ്മളെക്കാൾ ശക്തിയുള്ളവൻ, അതല്ലെങ്കിൽ നമ്മളെക്കാൾ അധികാരമുള്ളവൻ, സമൂഹത്തിൽ സ്ഥാനമുള്ളവൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വാഭാവികമായും നമ്മൾ കോപിക്കില്ല, കോപം പ്രകടിപ്പിക്കില്ല ആരായാലും. പക്ഷേ പ്രത്യേകം ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കീഴിലുള്ളവരോടാണ് നമ്മൾ ഈ വിഷയം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. മാത്രമല്ല സൂറത്ത് ആൽ ഇംറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ, നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹു വിശദീകരിക്കുന്ന കൂട്ടത്തിൽ, അവരുടെ വിശേഷണം എണ്ണുന്ന കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞതാണ്. എന്താണ്? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, പ്രയാസമുള്ള സന്ദർഭത്തിലും ഐശ്വര്യമുള്ള സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണവർ. വൽകാദിമീനൽ ഗൈദ, കോപത്തെ നിയന്ത്രിക്കുന്നവരാണവർ. വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്. ഇത് വളരെ വിശാല ഹൃദയമുള്ള ആളുകൾക്ക് സാധിക്കുന്നൊരു കാര്യമാണ്. പലപ്പോഴും കോപം വന്നാൽ ആ കോപം ഒഴിവാക്കുക എന്നുള്ളതൊരു പ്രയാസകരമായ കാര്യമാണ്. അതിനും അപ്പുറമാണ് ആ കോപം നമുക്ക് ആരോടാണോ വന്നത് അവനത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വളരെ വിശാല ഹൃദയമുള്ള ആളുകൾക്ക് സാധിക്കുള്ളൂ. കാരണം നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത്, ഞാനിവിടെ ദേഷ്യപ്പെട്ടില്ല എങ്കിൽ, അതല്ലെങ്കിൽ ഞാൻ തിരിച്ചതിന് പ്രതികാരം ചെയ്തില്ല എങ്കിൽ ആണത്തമില്ലാത്തവനാണെന്ന് പറയും. അതല്ലെങ്കിൽ ആളുകൾ എന്നെ കൊച്ചായി കാണും, ധൈര്യമില്ലാത്തവനാണെന്ന് പറയും. വിനയ്യൊക്കെ ഒരു പുരുഷനാണോ എന്ന് ചോദിക്കും. ഇങ്ങനെ പലതും ഭയപ്പെട്ടുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഈ പല കാരണങ്ങളായിരിക്കും നമ്മെ കോപിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷെ ഇതൊന്നല്ല. നമ്മൾ ചിന്തിക്കേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസാണ്. മാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, ഒരാൾ വിട്ടുവീഴ്ച ചെയ്യുന്നത് കൊണ്ട് ഒരടിമക്ക് അള്ളാഹു അവൻ്റെ ഇസ്സത്ത്, പ്രതാപം വർദ്ധിപ്പിക്കുകയല്ലാതെ ചെയ്തിട്ടില്ല എന്നാണ്. നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലെല്ലാം ഭാര്യയോട്, ഭർത്താവിനോട് ഇതെല്ലാം വിട്ടുവീഴ്ച ചെയ്താൽ നമ്മുടെ ഇസ്സത്ത് വർദ്ധിക്കുകയുള്ളൂ. നമ്മൾ കൊച്ചാവുകയല്ല, നമ്മുടെ ഇസ്സത്ത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് കോപത്തെ നിയന്ത്രിക്കാനും അത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാനും നമുക്കേറെ സഹായമാകുമെന്ന് നമ്മൾ മനസ്സിലാക്കാം. രണ്ടാമത്തെ കാര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായ ഒരു ചികിത്സാ രീതി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മൾ ആലോചിച്ചാൽ മതി, നമുക്കറിയുന്നതാണ്, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്താണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങളിൽ ആരെങ്കിലും കോപം വന്നാൽ അവൻ നിൽക്കുകയാണ് എങ്കിൽ ഇരിക്കട്ടെ. ഇദാ ഖദിബ അഹദുകും വഹുവ ഖായിം ഫൽയജ്ലിസ്, ആർക്കെങ്കിലും നിൽക്കുന്ന സമയത്ത് കോപം വന്നാൽ അവൻ ഇരിക്കട്ടെ. ഫഇദാ ദഹബ അൻഹുൽ ഖദബ് വഇല്ലാ ഫൽയർതജി, അവൻ അങ്ങനെ അവന് കോപം പോവുകയാണെങ്കിൽ അങ്ങനെ പോകട്ടെ. അതല്ല ഇനി എന്നിട്ടും ഇരുന്നിട്ടും കോപം പോയിട്ടില്ല എങ്കിൽ ഫൽയർതജി, അവൻ കിടക്കട്ടെ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് ചിന്തിക്കാം. നമുക്കെല്ലാവർക്കും സംഭവിക്കണ കാര്യം, നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നത്.
നമ്മൾ കിടക്കുന്ന സമയത്ത് മക്കളോട് ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഭാര്യയോട് ഒരു കാര്യം പറഞ്ഞു, അവരത് ചെയ്തില്ല. രണ്ടാമത് പറഞ്ഞു, ചെയ്തില്ല. മൂന്നാമതും ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ പറയും. നാലാമത് നമ്മൾ പറഞ്ഞിട്ട് അവർ ചെയ്തില്ലെങ്കിൽ എന്താണ്, കിടക്കണോടത്ത് നമ്മൾ നിന്നോടല്ലേ പറഞ്ഞതെന്ന് ചോദിക്കും. ശരിയല്ലേ? അത് നമ്മളവസ്ഥ. ഇനി ഇരുന്നിട്ട് ഒരു 2 പ്രാവശ്യം കൂടിയും പറയും, എന്നിട്ടും അവരനുസരിച്ചില്ലെങ്കില്ല, പിന്നെ നമ്മൾ അവിടെ നിന്ന് എഴുന്നേൽക്കും. റസൂല് പറഞ്ഞു തന്ന ചികിത്സ എന്താണോ അതിന് നേർവിപരീതമാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ എങ്ങനെ കോപം പോകാനാണ്? റസൂല് പറഞ്ഞത് നിൽക്കുന്നവന് കോപം വന്നാൽ ഇരിക്കട്ടെ എന്നാണ്. അത് ഇത്തിരി പ്രയാസകരമായ കാര്യമാണ്, നിസ്സാരമായ കാര്യമല്ല. നിൽക്കുന്ന സമയത്ത് കോപം വന്നാൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു അഅലം, ആരും നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ആർക്കും ഒരു പക്ഷേ അങ്ങനെ അനുഭവം ഉണ്ടാവില്ല, ഒരാളെ അങ്ങനെ കണ്ടതായിട്ട്. അല്ലാഹു അഅലം, ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടാകാം ആളുകൾ. അപ്പം ഇത് റസൂല് പഠിപ്പിച്ചെന്ന കൃത്യമായ ചികിത്സയാണ് ഈ വിഷയത്തിലുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയട്ടെ എന്ന്. കാരണം 2 വ്യക്തികൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. എന്താണ്? ലൗ ഖാലഹ ലദഹബ അൻഹു മാ യജിദ്. കോപം വരുന്നത് കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് അവൻ പറഞ്ഞിരുന്നുവെങ്കിൽ അതവനിൽ നിന്ന് നീങ്ങിപ്പോകുമായിരുന്നു എന്ന് പറഞ്ഞതായി കാണാം. ഇതെല്ലാം റസൂല് കൃത്യമായി ഈ വിഷയത്തിൽ പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുള്ള ചികിത്സകളാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം, കോപം പ്രകടിപ്പിച്ചില്ല എങ്കിൽ നമ്മൾ കുറവായി പോയി എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. കാരണം ഏറ്റവും വലിയ ശക്തൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ലൈസ ശദീദു ബിസ്സുറഅ, മൽപിടുത്തത്തിൽ വിജയിക്കുന്നവനല്ല യഥാർത്ഥ ശക്തൻ. മറ്റാരാണ്? ദേഷ്യം വരുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ അത് ക്ഷമിക്കാൻ പറ്റുന്നവനാണ്, അതിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നവനാണ് യഥാർത്ഥ ശക്തൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതും നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടതാണ്. കോപം വന്നു കഴിഞ്ഞാൽ കോപത്തെ ചികിത്സിക്കാനുള്ള മാർഗങ്ങളായി പണ്ഡിതന്മാർ എണ്ണിയ കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യം. അതുപോലെ തന്നെ ദേഷ്യം വന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാം കൃത്യമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇദാ ഗദിബ അഹദുക്കും ഫല്യസ്കുത്. ആരെങ്കിലും ദേഷ്യം വന്നാൽ മിണ്ടാതിരിക്കും. ദേഷ്യം വന്നാൽ നമ്മൾ അടുത്ത വാക്ക് എന്ത് ഖൈർ ഉദ്ദേശിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് മിണ്ടാതിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കാം. അതായത് മാതാപിതാക്കൾ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. മാതാപിതാക്കൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നൊരു ചിന്താഗതിയൊന്നായിരിക്കില്ല മാതാപിതാക്കളുടെ ചിന്താഗതി. നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിലോ അതല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിലെ അവസാനത്തിലൊക്കെ ജനിച്ച് പുതിയ ജനറേഷനിലുള്ള കാര്യങ്ങളെല്ലാം കണ്ട് അനുഭവിച്ച് അത് മനസ്സിലാക്കി മോഡേൺ ടെക്നോളജിയുടെ കാര്യങ്ങളിലെല്ലാം ആയൊരു അന്തരീക്ഷത്തിൽ വളർന്നു വന്നവരാണ് നമ്മൾ. പക്ഷെ നമ്മുടെ മാതാപിതാക്കളുടെ അവസ്ഥ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു 40, 50, 60 വർഷം മുമ്പുള്ള ഒരു സാഹചര്യത്തിൽ ജീവിച്ച് വളർന്നു വന്നവരാണ്. അവരുടെ ചിന്താഗതിയും നമ്മുടെ ചിന്താഗതിയും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ദുനിയാവിൻ്റെ വിഷയത്തിൽ തന്നെ നല്ല വ്യത്യാസമുണ്ടാവും. അതുകൂടാതെ ഒരുപക്ഷെ നമുക്ക് ലഭിച്ച ദീൻ, ഈ ഹിദായത്ത്, ഈ യഥാർത്ഥ മാർഗം, മൻഹജ്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തവരും കൂടിയാണ് നമ്മുടെ മാതാപിതാക്കളെങ്കിൽ ഏറെ ശ്രദ്ധിക്കേണ്ട വിഷയം. കാരണം ഒരു നിലക്കും നമ്മളുമായി ഒരുപക്ഷെ ഒരു വിഷയത്തിൽ പോലും യോജിപ്പുണ്ടാവുകയില്ല അവരുടെ ചിന്താഗതി. ദുനിയാവിൻ്റെ വിഷയത്തിലോ ഇല്ല, ദീനിൻ്റെ വിഷയത്തിലോ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മളൊരു തട്ടിലും തീർത്തും വ്യത്യസ്തമായ വിശ്വാസവും ആചാരങ്ങളുമായാണ് നമ്മളെ മാതാപിതാക്കൾ പോകുന്നത് എങ്കിൽ വളരെ അപകടകരമാണ്. ആ സമയത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ മനസ്സിലാക്കിയ ഹക്ക് അവർ മനസ്സിലാകാത്തിടത്തോളം കാലം ആ പരിഗണന അവർക്ക് നമ്മൾ നൽകണം. അതില്ല എങ്കിൽ സ്വാഭാവികമായും നമ്മൾ ഹറാമാണെന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ ദീനിൽ പാടില്ല എന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം അവർ ചെയ്യുകയോ അതിനെ നമ്മളെ നിർബന്ധിക്കുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ദേഷ്യം വരും. അത് പ്രകടിപ്പിക്കുക എന്നുള്ളത് മാതാപിതാക്കളോട് ഏറെ ഗൗരവമുള്ള വിഷയമാണ്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഖുൽ ലഹുമാ ഉഫിൻ എന്നാണ്. ഉഫിൻ എന്ന് പോലും പറയരുത് എന്നാണ്. പിന്നെ എന്താണ് അതിൻ്റെ ഉദ്ദേശം?
അതുപോലും പറയാൻ പറ്റില്ല എങ്കിൽ അതിനേക്കാൾ വലുതാണ് ബാക്കിയുള്ളതല്ല. മിൻബാബി ഔല ഒരിക്കലും മറ്റൊന്നും ചെയ്യാൻ പാടില്ല മാതാപിതാക്കളോട്. അതുപോലും പറയാൻ പറ്റില്ല എങ്കിൽ പിന്നെന്താണ്? പല ആളുകളും കൂട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും അത്തരം പ്രയാസം മാതാപിതാക്കളിൽ നിന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കും മാതാപിതാക്കളുടെ വിഷയത്തിൽ. കാരണം നമ്മുടെ പരലോകത്തെ ബാധിക്കുന്ന വിഷയമാണ്. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി, മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപം എന്ന ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. പല ആളുകളും നമ്മൾ ഈ മനസ്സിലാക്കിയ ഹക്ക്, മുൻഗാമികളുടെ സ്വഹാബത്തിൻ്റെ ഈ മാർഗം, സലഫി മൻഹജ് മനസ്സിലാക്കി വീട്ടിൽ ചെന്ന് മാതാപിതാക്കളോട് നല്ല രൂപത്തിലുള്ള പെരുമാറാത്തത് കൊണ്ട് പല പ്രയാസങ്ങളും പല കുടുംബങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് തന്നെ പല ആളുകളുടെയും അനുഭവം ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഹക്ക് മനസ്സിലാക്കിയെന്ന് അള്ളാഹു നമുക്ക് നൽകിയ വലിയ നിഅമത്താണ്. ആ നിഅമത്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും അതിൻ്റേതായ രൂപത്തിലുള്ള പരിശ്രമവും പെരുമാറ്റവുമാണ് നമ്മൾ അവരോട് ചെയ്യേണ്ടത്. ഈ ഹക്കിനെ അവർ വലിച്ചെറിയുന്ന രൂപത്തിൽ, ഈ ഹക്കിനോട് അവർ അടുക്കാത്ത രൂപത്തിലുള്ള പെരുമാറ്റമാണ് നമ്മൾ അവരോട് പെരുമാറുന്നതെങ്കിൽ എങ്ങനെ അവർ ഈ ഹക്കിലേക്ക് വരാനാണ്, അത് സ്വീകരിക്കാനാണ്? ഏറ്റവും നല്ല രൂപത്തിൽ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന് മുമ്പ് നമ്മൾ എങ്ങനെയാണ് അവരോട് പെരുമാറിയുന്നത് അതിനേക്കാൾ നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറണം. ഏറ്റവും വിനയത്തോടു കൂടി, താഴ്മയോടുകൂടി. മാതാപിതാക്കൾ എന്നുള്ളത് നമ്മുടെ പരലോകത്തെ ഏറെ ബാധിക്കുന്ന വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള ഹക്ക് വിശദീകരിക്കുന്നതിൻ്റെ കൂടെയാണ്, ചേർത്തിയാണ്, തൊട്ട ഉടനെയാണ് വിശുദ്ധ ഖുർആനിൽ പല ആയത്തുകളിലും, ഒരായത്തിലല്ല പല ആയത്തുകളിലും അള്ളാഹു ചേർത്തി പറഞ്ഞിട്ടുള്ളത് എന്നത് അതിൻ്റെ ഗൗരവം നമ്മെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ വിഷയത്തിൽ ഒരു 10 കാര്യങ്ങളുണ്ട് എങ്കിൽ 9 കാര്യവും അവർ പറയുന്നത് നമുക്ക് പറ്റാത്തതായിരിക്കും ഒരു പക്ഷേ. അപ്പോഴെല്ലാം തിരിച്ചവരോട് കയർക്കാതെ നല്ല രൂപത്തിൽ അവരുടെ നസീഹത്തോടുകൂടി, താഴ്മയോടുകൂടി പറയാൻ പറ്റില്ല എങ്കിൽ ഈ ഹദീസ് അപ്ലൈ ചെയ്താൽ മതി. ഇതാഹുക്കും ഫല്യസ്കും, മിണ്ടാതിരിക്കും. പല സലഫുകളും പറഞ്ഞതുപോലെ എൻ്റെ കോപമെന്നത് എൻ്റെ ചെരുപ്പിൻ്റെ വാറിൻ്റെ അവിടെ വരുള്ളൂ എന്നാണ്. എന്താണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം? കോപം വന്നാൽ, ദേഷ്യം വന്നു കഴിഞ്ഞാൽ അടുത്ത നിമിഷം ദേഷ്യപ്പെടുമെന്ന് കണ്ടാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ചെരുപ്പിട്ട് അവിടേക്ക് പോകും, പുറത്തേക്ക് പോകും. കാരണം എന്താണ്? അടുത്ത നിമിഷം ദേഷ്യപ്പെട്ടു പുറത്തിറങ്ങി പോകുക, എവിടേക്കെങ്കിലും പോയിക്കോ. മാതാപിതാക്കളുടെ സാഹചര്യം, അവരുടെ മുന്നിൽ നിന്ന് നമ്മൾ മാറാം. ദേഷ്യപ്പെടുമെന്ന് കണ്ടാൽ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തണം മാതാപിതാക്കളുടെ വിഷയം. ആരോടായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ വിഷയത്തിൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഹക്ക് അവർക്ക് വിദൂരത്തായി പോകാൻ നമ്മളുടെ സ്വഭാവം ഒരിക്കലും കാരണമായി കൂടാ എന്നുള്ളത് നമ്മൾ ഏറെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി നമ്മൾ ചിന്തിച്ചാൽ മതി. കാരണം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലംഫദ്ദു മിൻ ഹൗലിക്. നമുക്കറിയുന്ന കാര്യമാണ്, പക്ഷെ ഇതിൽ നമുക്ക് ചിന്തിക്കാൻ ഒരു കാര്യമുണ്ട്. എന്താണ്? വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി, നീ പരുഷ പെരുമാറ്റമുള്ള, പരുഷ ഹൃദയമുള്ളവനായിരുന്നുവെങ്കിൽ റസൂലെ ലംഫദ്ദു മിൻ ഹൗലിക്, താങ്കളുടെ അടുക്കൽ നിന്ന് അവർ തിരിഞ്ഞു പോകുമായിരുന്നു. ഇവിടെ നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു വസ്തുവുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലിനെ കുറിച്ചാണ് പറയുന്നത്. താങ്കൾ പരുഷ സ്വഭാവിയായിരുന്നുവെങ്കിൽ, അതിലേറെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആരാണ് റസൂലിൽ നിന്ന് തിരിഞ്ഞു പോകുമെന്ന് അല്ലാഹു പറഞ്ഞത്? താങ്കൾ പരുഷ സ്വഭാവിയായിരുന്നുവെങ്കിൽ ലംഫദ്ദു മിൻ ഹൗലിക്, ആര്? സ്വഹാബത്ത് തിരിഞ്ഞു പോകുമെന്നാണ് പറഞ്ഞത്. സ്വഹാബത്തിന് റസൂലിനോടുള്ള സ്നേഹവും റസൂലിന് വേണ്ടി അവർ സഹിച്ച ത്യാഗവും ചരിത്രത്തിൽ നിരവധിയാണ്. ഓരോ സ്വഹാബിയുടെ ജീവിതം എടുത്തു നോക്കിയാൽ റസൂലിനോളം അവർക്ക് ഇഷ്ടമുള്ള, അതായത് നമുക്കറിയാം റസൂലിനോടാണ് നമുക്ക് ഏറ്റവും സ്നേഹം വേണ്ടത്, പക്ഷെ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പക്ഷെ അത് ജീവിതം കൊണ്ട് യാഥാർത്ഥ്യമായി തെളിയിച്ചവരാണ് അവർ സ്വഹാബികൾ. നമുക്കറിയാം ആ സ്വഹാബത്ത് സ്വന്തം നഫ്സ് വരെ റസൂലിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായ സ്വഹാബത്ത് താങ്കളിൽ നിന്ന് നീങ്ങിപ്പോകുമെന്നാണ് അല്ലാഹു പറഞ്ഞത്. ചിന്തിക്കേണ്ട വിഷയമാണ്. അവർ വരെ
റസൂലെ താങ്കളുടെ സ്വഭാവം പരുഷമായിരുന്നെങ്കിൽ താങ്കൾ ഇന്ന് വിട്ടുപോകുമായിരുന്നു. അപ്പം നമ്മളൊന്ന് ചിന്തിക്കാം, നമ്മളെ സ്വഭാവം പരുഷമായാൽ ബാക്കിയുള്ളവർ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നതിൽ സംശയമില്ല. ഇത്ര സ്നേഹിച്ച് സ്വഹാബത്തിനെ വിട്ടുപോകുമായിരുന്നു അള്ളാഹു പറയും. പിന്നെ നമ്മളെ സ്വഭാവം മോശമായ പിന്നെ ആരുണ്ടാവും നമ്മളോട്? അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഗൗരവമായ ഒരു കാര്യമാണ് ദേഷ്യപ്പെടുക എന്നുള്ളത്. അടുത്ത ഒരു ചികിത്സയായി പണ്ഡിതന്മാർ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ വിശേഷണമായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ വിശേഷണമായിട്ട് അല്ലാഹു പറഞ്ഞതാണ് കോപം നിയന്ത്രിക്കുക എന്നുള്ളത്. മാത്രമല്ല ഇതിനെല്ലാം അപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട വിഷയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്താണ്. റസൂലിൻ്റെ വസിയ്യത്താണ് നമ്മൾ നടപ്പിലാക്കുന്നത് എന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടായാൽ മതി. കാരണം റസൂൽ ആവർത്തിച്ചൊരു വ്യക്തിക്ക് നൽകിയ വസിയ്യത്താണ് നീ കോപിക്കരുത് എന്നുള്ളത്. അതാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് റസൂലിൻ്റെ ചര്യയെ പിൻപറ്റണമെന്ന് ആവർത്തിച്ച് പറയുന്ന നമ്മൾ, റസൂലിൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കണമെന്ന് ആവർത്തിച്ച് പറയുന്ന, സമൂഹത്തോട് പ്രബോധനം ചെയ്യുന്ന നമ്മൾ ഈ വിഷയത്തിൽ റസൂലിൻ്റെ ചര്യയെ പിൻപറ്റാൻ ആത്മാർത്ഥത കാണിക്കണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വിഷയമാണ് എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ചുരുങ്ങിയ നിലക്ക് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. ഏറ്റവും അവസാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ സ്വഭാവം, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ദേഷ്യം പോലത്തെ മോശമായ സ്വഭാവങ്ങൾ, അതിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക എന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തീരുമാനമില്ല എങ്കിൽ, അവൻ്റെ തൗഫീഖ് ഇല്ല എങ്കിൽ ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. തൗഫീഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൗഫീഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദ്ദേശവും അള്ളാഹുവിൻ്റെ വിധിയും യോജിച്ചു വരാ എന്നുള്ളതാണ്. നമുക്കുദ്ദേശമുണ്ട്, പക്ഷെ അള്ളാഹുവിൻ്റെ വിധി അതിലേക്ക് യോജിച്ചില്ലെങ്കിൽ ഒരു രക്ഷയില്ല. ഒരു പ്രവൃത്തി, ഒരു കാര്യം ഇവിടെ നടക്കാൻ പോകുന്നു. ഒരാൾ റമദാനിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് നെയ്യത്തുണ്ട്, ഇത്ര തവണ ഖുർആൻ ഖത്തം തീർക്കണം, അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ നിസ്കരിക്കണം എന്നെല്ലാം ഉദ്ദേശമുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷെ അതിലേക്ക് അള്ളാഹുവിൻ്റെ വിധി യോജിച്ചു വന്നില്ല എങ്കിൽ അത് നടക്കില്ല. തൗഫീഖ് എന്ന് പറഞ്ഞാൽ അതാണ്. നമുക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ സ്വഭാവം നന്നാക്കണമെന്ന്, പക്ഷെ അള്ളാഹുവിൻ്റെ വിധി അതിലേക്ക് യോജിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ നന്നാവുകയില്ല. ഷുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ വാക്ക് വിശുദ്ധ ഖുർആൻ അള്ളാഹു എടുത്തു കൊടുക്കുന്നുണ്ട് സൂറത്ത് ഹൂദിൽ. എന്താണ്? ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇസ്ലാഹാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്, എൻ്റെ തൗഫീഖ് അത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നല്ലാതെ ഇല്ല എന്ന് ഷുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞത്. അതുകൊണ്ട് തൗഫീഖ് ഏറെ പ്രധാനപ്പെട്ടതാണ്. ആ വിഷയത്തിൽ തൗഫീഖ് ലഭിക്കാൻ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദുആ ചെയ്യുക എന്നുള്ളത്. സ്വഭാവം നന്നാക്കാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ദുആകളുണ്ട്. ഇത് പക്ഷേ നമുക്കറിയായിരിക്കും. അല്ലാഹുമ്മ അഹ്സിൻ ഖുൽഖി കമാ ഹസ്സൻത ഖൽഖി, അതുപോലെയുള്ള ദുആകളുണ്ട്. എൻ്റെ സൃഷ്ടിപ്പ് നീ നന്നാക്കിയതുപോലെ അല്ലാഹുവേ എൻ്റെ ഈ സൃഷ്ടിപ്പ് നീ നന്നാക്കിയിട്ടുണ്ട്. ഏറ്റവും ഉത്തമമായ രൂപത്തിലാണ് നീ എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല ഘടനയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. എൻ്റെ ഈ സൃഷ്ടിപ്പ് നീ നന്നാക്കിയതുപോലെ അല്ലാഹുവേ എൻ്റെ സ്വഭാവത്തെയും നീ നന്നാക്കണമേ എന്ന് ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഹ്വാഇ വൽ അഅമാൽ, അതുപോലെയുള്ള ദുആകളുണ്ട്. മോശമായ സ്വഭാവങ്ങളിൽ നിന്ന്, മോശമായ ദേഹേച്ഛകൾ, ചിന്തകളിൽ നിന്നെല്ലാം അല്ലാഹുവേ എന്നെ നീ സംരക്ഷിക്കണേ എന്നെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ദുആകളുണ്ട്. ഇതെല്ലാം ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മളെല്ലാം ഇത് ദുആ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതെല്ലാം ഒരു ഓർമ്മപ്പെടുത്തലാണ്. വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, ഓർമ്മപ്പെടുത്തൽ മുഅ്മിനീങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ. ശരി, ഇത്രയുമാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുള്ളത്. നാലാമത്തെ ഹദീസ്
ഈ പറഞ്ഞ 3 ഹദീസിലും പറഞ്ഞ കാര്യങ്ങൾ, ഈ 3 ഹദീസിലും പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, അതല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന ഹദീസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കിയാൽ ഖൈറുകളെല്ലാം തനിയെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നോളൂ. കാരണം നമ്മുടെ ജീവിതം എന്നുള്ളത്, ഈ ദുനിയാവ് എന്നുള്ളത്, ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഇബ്ന ആദമിന് മാൻത അയ്യാം, നീ എന്നുള്ളത് മനുഷ്യ ഏതാനും ചില ദിവസങ്ങൾ മാത്രമാണ്. ഒരു ദിവസം നിന്നിൽ നിന്ന് പോയാൽ നിൻ്റെ ജീവിതത്തിൽ നിന്നൊരു ഭാഗം പോയതുപോലെയാണ്. അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള സമയം അത് കൃത്യമാണ്. ആ ഒരു അവധിയെ നമുക്കുള്ളൂ, യാതൊരു സംശയവുമില്ല. അതാണെങ്കിൽ നിശ്ചയിക്കപ്പെട്ടതുമാണ്. അതുകൊണ്ട് മിനിറ്റുകളും മണിക്കൂറുകളും അടങ്ങുന്ന സമയമാണ് നമ്മുടെ ജീവിതം. ആ സമയത്തെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നുവോ അതനുസരിച്ചാണ് നമ്മുടെ ഖൈറും തിന്മയും നിലനിൽക്കുന്നത്. ഈ ഹദീസിൽ എന്താണ് പറയുന്നത്? ഈ ഹദീസ്, 4-ാമത്തെ ഹദീസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹി. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹി. ഒരു മുസ്ലിം, അവൻ്റെ ഇസ്ലാം അതിൻ്റെ നന്മയിൽപ്പെട്ടതാണ് അവന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവൻ ഒഴിവാക്കുക എന്നുള്ളത്. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റിയാൽ അത് നമ്മുടെ ശരിക്കും നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഖൈർ നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. നാം തിരുമതി ഉദ്ധരിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു ഹദീസാണ്. ഇത് പല പണ്ഡിതന്മാരും പറഞ്ഞത് ഇത് ഉസൂലുദ്ദീനാണെന്നാണ്, ദീനിൻ്റെ അസ്ലാണെന്നാണ് ഈ ഹദീസ്. അതേപോലെ തന്നെ അദബ്, മര്യാദകളുടെ വിഷയത്തിലുള്ള അടിസ്ഥാനങ്ങളുടെ അടിസ്ഥാനമാണ് ഈ ഹദീസ് എന്നാണ് പറയുന്നത്. അദബ്, സൽസ്വഭാവം, മര്യാദ, ആ വിഷയത്തിലുള്ള അടിസ്ഥാനങ്ങൾ, അതിൻ്റെ അടിസ്ഥാനമാണ് ഈ ഹദീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. 4 കാര്യങ്ങൾ അതിൽപ്പെടുന്നതാണ്. ഒന്നാമത്തെ കാര്യം നമുക്ക് ആവശ്യമില്ലാത്തത് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ അള്ളാഹു തന്നെ ശറഇൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നമുക്ക് ആവശ്യമില്ലാത്തത്. അതായത് അള്ളാഹു ഹറാമാക്കിയ കാര്യം, ദീൻ ഹറാമാക്കിയ കാര്യം, അതിന് എത്ര ഖൈറുണ്ടോ, എത്ര ഖൈർ അതിലുണ്ട് എന്ന് ലോകത്ത് എത്ര വലിയ ചിന്തകന്മാരായ ആളുകൾ തെളിയിച്ചാലും ശരി, തർക്കത്തിലൂടെ അത് അവർ സ്ഥാപിച്ചാലും ശരി, ഉറപ്പായ കാര്യമാണ് അതിൽ ഖൈറിനേക്കാൾ കൂടുതൽ ഷർറുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. ദീൻ ഹറാമാക്കിയ ഒരു കാര്യത്തിലും നമുക്ക് സംശയം വേണ്ട, അതിൽ ഖൈറിനേക്കാൾ കൂടുതൽ ഷർറായിരിക്കണം, യാതൊരു സംശയമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കള്ള് ഹറാമാക്കിയ കാര്യം പറയുന്നിടത്ത് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് അതിൽ? സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഫീഹിമാ ഇത്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ്. കള്ളും അതുപോലെ തന്നെ ചൂതാട്ടവും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുണ്ട്. കള്ളും ചൂതാട്ടവും അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റി റസൂലെ താങ്കളോട് ചോദിക്കുകയാണ്. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ. ഖുൽ, റസൂലെ താങ്കൾ പറയുക, ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ്. അതിൽ വലിയ ദോഷവുമുണ്ട്, ജനങ്ങൾക്ക് ഉപകാരവുമുണ്ട്. അതിൽ ജനങ്ങൾക്ക് ചില പ്രയോജനവുമുണ്ട്, ഗുരുതരമായ പാപവും അതിലുണ്ട്, പ്രശ്നങ്ങളും അതിലുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് അല്ലാഹു പറയുന്നു, വ ഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. ഇത് നമ്മൾ ചിന്തിച്ചാൽ മതി. വ ഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. അതിലുള്ള ഉപകാരത്തേക്കാൾ കൂടുതൽ അതിലുപദ്രവമാണ്.
ദീൻ ഹറാമാക്കിയ എന്തൊരു കാര്യം ഒന്നുപോലും വിടാതെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, അതിനെക്കുറിച്ച് കാര്യമായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇതിൽ ഖൈറുണ്ടാവും. പക്ഷേ ഖൈറുണ്ടാവും, ഖൈറില്ലാത്ത കാര്യമുണ്ടാവുകയില്ല, ഖൈറുണ്ടാവും, എന്തെങ്കിലും ഖൈറൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ഖൈറിനേക്കാൾ കൂടുതൽ ഷർറായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ദീൻ വിലക്കിയിട്ടുള്ളൂ, യാതൊരു സംശയമില്ല. ഇത് അടിസ്ഥാനമാണ്. ദീൻ വിലക്കിയിട്ടുള്ള കാര്യം അതിൽ ഉപകാരത്തേക്കാൾ കൂടുതൽ ഉപദ്രവമായിരിക്കും. അതുപോലെ തന്നെ നേരെ തിരിച്ചു, ദീൻ അനുവദിച്ചിട്ടുള്ള, നമ്മോട് ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ളൊരു കാര്യം അതിൽ എന്ത് ദോഷമുണ്ട് എങ്കിലും, എന്ത് മോശത്തരമുണ്ട് എന്ന ആളുകൾ വാദിച്ചാലും അത് യോജിച്ചതല്ല, മനുഷ്യത്വത്തിന് യോജിച്ചതല്ല, അതല്ലെങ്കിൽ എന്ത് സാമൂഹിക ഉന്നമനത്തിന് യോജിച്ചതല്ല, എന്താര് വാദിച്ചാലും ശരി, അതിൽ തിന്മകളേക്കാൾ കൂടുതൽ ഒരുപക്ഷെ പ്രയാസം ഉണ്ടാവും, എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകാം, അതിനേക്കാൾ കൂടുതൽ ഖൈർ അതിലുണ്ടാവും, യാതൊരു സംശയവും. ഒരു ഉദാഹരണം, തൗഹീദിൽ വരെ പണ്ഡിതന്മാർ പറയുന്നത്, തൗഹീദ് പറയുന്നത് കൊണ്ട്, തൗഹീദ് വിശ്വസിക്കുന്നത് കൊണ്ട് പ്രയാസമില്ല. പ്രയാസമുണ്ട്. എന്താ പ്രയാസം? എത്രയോ പ്രയാസം ആളുകൾ നേരിടുന്നുണ്ട്. വീട്ടിൽ നിന്ന് അകറ്റപ്പെടുന്നു, ആളുകൾ ഉപദ്രവം നേരിടുന്നു, ഒരുപക്ഷെ തൗഹീദ് പ്രബോധനം ചെയ്തതിൻ്റെ പേരിൽ ജീവൻ വരെ അപകടത്തിലായ ആളുകൾ. അത് ദുനിയാവിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയാസമല്ലേ? പ്രയാസമുണ്ട്, അതിന് പ്രയാസമുണ്ട്, തൗഹീദിനൊരു പ്രയാസമുണ്ട്. പക്ഷേ അതിൻ്റെ ഖൈറോ, ഈ പ്രയാസത്തെ തട്ടിച്ചു നോക്കിയാൽ അതിൻ്റെ ഖൈർ എത്രയോ വലുതാണ്. നാളെ പരലോകത്ത് ലഭിക്കാനുള്ള സ്വർഗത്തിന് ഇതൊന്നും പകരമായി. സ്വർഗത്തിൻ്റെ അവസ്ഥ പറഞ്ഞാൽ നമുക്കറിയാം. ദുനിയാവിലെ ഏറ്റവും കൂടുതൽ സുഖം അനുഭവിച്ച ഒരു വ്യക്തിയെ നരകത്തിലൊരു മുക്കിയെടുത്താൽ അവനെല്ലാം മറന്നു. ദുനിയാവിലെ ഏറ്റവും പ്രയാസം അനുഭവിച്ചൊരു വ്യക്തിയെ സ്വർഗത്തിലൊന്ന് മുക്കിയെടുത്താൽ ആ പ്രയാസമെല്ലാം മറന്നു. അപ്പോൾ ഈ തൗഹീദ് സ്വീകരിച്ചതിൻ്റെ പേരിൽ, ഹക്ക് സ്വീകരിച്ചതിൻ്റെ പേരിൽ പ്രയാസമുണ്ട്. പക്ഷേ ആ പ്രയാസത്തേക്കാൾ കൂടുതലാണ് അതിൻ്റെ ഖൈർ. നമുക്ക് കണക്കാക്കാൻ പറ്റാത്തത്ര ഖൈറാണ് അതിനുള്ളത്. അതുകൊണ്ട് ദീൻ ഹറാമാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഹദീസിൻ്റെ പരിധിയിൽ ഒന്നാമത് പെടുന്നത്. അതായത് ഒരു മനുഷ്യൻ ഒരു മുസ്ലിമിൻ്റെ ഇസ്ലാം അതിൻ്റെ നന്മയിൽപ്പെട്ടതാണ് അവന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവൻ ഒഴിവാക്കുക എന്നുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം ഹറാമായ കാര്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യം കറാഹത്തായ കാര്യങ്ങളാണ്. അതായത് ദീൻ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നിർബന്ധമെന്ന നിലക്ക് ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങളല്ല. നിർബന്ധമെന്ന നിലക്ക് ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഹറാമുകൾ. നിർബന്ധമെന്ന നിലക്കല്ലാതെ ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങളാണ് കറാഹത്തായ കാര്യങ്ങൾ. അതും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം മുസ്തബിഹാത്തുകളാണ്. മുസ്തബിഹാത്തുകൾ എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പങ്ങൾ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദീൻ പഠിക്കുന്ന, ദീനി മേഖലയിൽ നിലകൊള്ളുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ ശൈത്താൻ പിടിക്കാൻ സാധ്യതയുള്ള മേഖലയിൽ ഒന്നിതാണ്. കാരണം ഒരുപക്ഷെ ഹറാമുകൾ നമ്മൾ മനഃപൂർവ്വം ചെയ്യില്ല. ഹറാമാണെന്ന് ബോധ്യപ്പെട്ടൊരു കാര്യം ജാഹിലിയത്തിൽ ഒരുപക്ഷെ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടാവും. ഹിദായത്ത് ലഭിച്ചതിന് ശേഷം ഹറാമാണെന്ന് മനസ്സിലാക്കിയ ഒരു കാര്യത്തിലേക്ക് ഒരുപക്ഷെ നേരിട്ട് നമ്മൾ മനഃപൂർവ്വം ചെന്ന് ചാടില്ല. നമുക്കറിയാം, എങ്ങാൻ വല്ല ദുർബല നിമിഷത്തിൽ അകപ്പെട്ടു പോയാലേ ഉള്ളൂ. പക്ഷെ പരമാവധി ഹറാമുകളിൽ നിന്ന് നമ്മൾ അകൽച്ച പാലിക്കാറുണ്ട്. കാരണം അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ട്. പക്ഷെ ശൈത്താൻ നമ്മെ പിടിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ആശയക്കുഴപ്പങ്ങൾ. അതായത് ദീനിൻ്റെ വിഷയത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ എന്താണ്, സ്വന്തം ഖദർ, സ്വന്തം ദറജ, ഓരോരുത്തരുടെയും സ്ഥാനം, ഞാൻ എത്രത്തോളം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയില്ല എങ്കിൽ, എൻ്റെ ഖദർ ഞാൻ മനസ്സിലാക്കാത്തിടത്തോളം കാലം അതെനിക്ക് ഉപദ്രവമാണ്. ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു ദീനിൻ്റെ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുന്ന സമയത്ത്, ഒരു ദീനിൻ്റെ കാര്യം മറ്റുള്ളവനോട് പറയുന്ന സമയത്ത്
എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എൻ്റെ അവസ്ഥ, എനിക്ക് എത്രത്തോളം അറിവുണ്ട്, ഞാനിത് സംസാരിക്കാൻ അർഹനാണോ, ഞാൻ ഈ വിഷയം ചർച്ച ചെയ്യാൻ അർഹനാണോ എന്ന് വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. ദീനിൻ്റെ വിഷയത്തിൽ സംസാരിക്കുന്നിടത്ത് നമുക്ക് ഒരു ലൈസൻസും ഇല്ലാത്തതുപോലെയാണ്. പല ആളുകൾക്കും അതാണ് അവസ്ഥ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഏതോ സൂചിപ്പിച്ചതായിട്ടാണ് എൻ്റെ ഓർമ്മ. ദീനിൻ്റെ വിഷയത്തിൽ പഠിച്ച ആളുകൾ കാണിക്കുന്ന ഒരു സാവകാശവും, പഠിച്ച ആളുകൾ കാണിക്കുന്ന അവർ പറയാൻ മടിക്കുന്ന വിഷയങ്ങളിൽ വരെ ഒന്നും പഠിക്കാത്തവൻ കയറി തകർത്ത് സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ അവൻ ഇടപെടേണ്ടതില്ലാത്ത മസലകളിൽ കയറി ഇടപെട്ട് സംസാരിച്ച് അത് ആ വിഷയം കൂടുതൽ പഠിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അവൻ പഠിക്കേണ്ടതായ നിർബന്ധമായ കാര്യങ്ങളുടെ മസലകൾ വരെ പഠിക്കാത്തവൻ ദീനിൻ്റെ ഒരു സമൂഹത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്ന, മുസ്ലിം ഉമ്മത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്ന വലിയ വലിയ മസലകൾ കാര്യമായി പഠിച്ച് ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ആ വിഷയത്തിൽ പറഞ്ഞ റദ്ദുകളും മറുപടികളും എല്ലാം പഠിച്ച് ആശയക്കുഴപ്പത്തിലായി ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്ന അവസ്ഥ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ ദറജ മനസ്സിലാക്കണം, നമ്മളെ ഖദർ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ടുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ശരിക്കും പഠിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഒരു ആത്മാർത്ഥതയുള്ള, ഇഖ്ലാസുള്ള ഒരു മതവിദ്യാർത്ഥിയാണ് എങ്കിൽ, ദീൻ പഠിക്കുന്ന ആത്മാർത്ഥതയുള്ള ഇഖ്ലാസുള്ളൊരു വ്യക്തിയാണ് എങ്കിൽ അവൻ്റെ അടയാളമാണ് അവന് ഏറ്റവും നിർബന്ധമായത് എന്താണോ അതവൻ ആദ്യം പഠിക്കും. വിശ്വാസകാര്യങ്ങൾ, നിർബന്ധമായി മറിഞ്ഞിരിക്കേണ്ട വിശ്വാസകാര്യങ്ങളുണ്ട് ഓരോ മുസ്ലിം, അതാദ്യം പഠിക്കണം. അത് കഴിഞ്ഞ് പിന്നെ അവൻ്റെ നമസ്കാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അമലുകളുടെ കൂട്ടത്തിൽ. അതിനാണ് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യാനുള്ളത്. ആദ്യമായി അതിനെക്കുറിച്ച്, അതിൻ്റെ മസ്അലകൾ, നമസ്കാരത്തിൽ ചൊല്ലേണ്ട ദിക്റുകൾ, അതിൻ്റെ അർത്ഥം, നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ, നമസ്കാരത്തിൽ അബദ്ധം സംഭവിച്ചാൽ എന്ത് ചെയ്യണം, നമസ്കാരത്തിൻ്റെ ബാക്കി മസ്അലകൾ, വുദൂഇൻ്റെ മസ്അല. ഒരു വുദൂഇൻ്റെ മസ്അലകൾ പോലും കൃത്യമായി പഠിക്കാത്തവനാണ് വലിയ വലിയ വിഷയങ്ങളിൽ അതിലിരുന്ന് ചർച്ച ചെയ്ത് ആ മറ്റേ വ്യക്തി പറഞ്ഞതും അതിനെതിർ വിഭാഗം പറഞ്ഞതും അതിൻ്റെ ഇപ്പുറം പറഞ്ഞതും ലോകത്തുള്ള സലഫി ഉലമാക്കൾ അതല്ലെങ്കിൽ ലോകത്തുള്ള ഉലമാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും മറ്റും ചർച്ച ചെയ്ത് ഒരു നിലക്കും ഒരു പണ്ഡിതനും അനുവദിച്ചിട്ടില്ലാത്ത കാര്യമാണ്. ഒരു ആലിമും അനുവദിച്ചിട്ടില്ലാത്ത കാര്യം. സ്വന്തം പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാതെ ആ ദർജയിൽ നിന്ന് ഉയരാത്തടുത്തോളം കാലം അവൻ ചർച്ച ചെയ്യാൻ പാടില്ലാത്ത മസ്അലകൾ ചർച്ച ചെയ്ത് പോയാലത്തെ പ്രശ്നം അതവനെ കൊണ്ടു ചെന്നെത്തിക്കുകയോ അവസാനം പോലാരത്തിലായിരിക്കും. എത്രയോ ആളുകൾ നമ്മുടെ കൺമുന്നിൽ തെളിവാണ്. അതുകൊണ്ട് നമ്മൾ ഇടപെടുമ്പോൾ, നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ, നമ്മൾ ചർച്ച ചെയ്യുന്ന ദീനിൻ്റെ മേഖലകൾ നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു പരിശോധനയ്ക്ക് വിധേയമാക്കണം. അത്തരം കാര്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് മുസ്തബിഹായ കാര്യങ്ങൾ ദീനിൽ ഓരോരുത്തർക്കും അത് ആപേക്ഷികമാണ്. ഒരു പക്ഷേ എനിക്ക് മുസ്തബിഹായ ഒരു കാര്യം, എനിക്ക് ആശയക്കുഴപ്പമുള്ളൊരു കാര്യം, വ്യക്തമാകാത്തൊരു കാര്യം അടുത്തൊരു വ്യക്തിക്ക് ചിലപ്പോൾ വ്യക്തമായിരിക്കും. കാരണം അവൻ്റെ ഇൽമ് എന്നേക്കാൾ കൂടുതലുണ്ടാവും. അവൻ ആ വിഷയത്തിൽ പഠിച്ച് മനസ്സിലാക്കാൻ, അതല്ലെങ്കിൽ ബാക്കി അടിസ്ഥാന തത്വങ്ങളോ മറ്റു കാര്യങ്ങളോ എന്നേക്കാൾ കൂടുതൽ പഠിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം മനസ്സിലാക്കാൻ അവന് എളുപ്പമായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ വിഷയം എത്ര പഠിച്ചാലും, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, എത്ര ആ വിഷയത്തിൽ നമ്മൾ കുത്തിയിരുന്ന് പഠിച്ചാലും ആ വിഷയം നമുക്കൊരു പക്ഷേ വ്യക്തമായിക്കൊള്ളണമെന്നില്ല. അത് നമ്മുടെ അറിവില്ലായ്മയുടെ പോരായ്മയാണ്, അതല്ലാതെ ദീനിൻ്റെ കുഴപ്പമല്ല. ദീൻ കൃത്യമായിട്ട് എല്ലാത്തിനും കൃത്യമായ മറുപടിയുണ്ട്. അതായത് ഇബ്നു ഖുസൈമ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഏതൊരു രണ്ട് ഹദീസുകൾ തമ്മിൽ വൈരുദ്ധ്യമായിട്ട് തോന്നിയാലും എല്ലാം ഏതുണ്ടെങ്കിലും നീ കൊണ്ടുവന്നോ അതിനെ ഞാൻ ജംഇ ചെയ്ത് തരാമെന്നാണ് ഇബ്നു ഖുസൈമ റഹിമഹുല്ലാഹ് പറഞ്ഞത്. എന്നതുപോലെ ദീനിൽ ആശയക്കുഴപ്പങ്ങൾ അതിൽ വകുപ്പില്ല, അതിന് കൃത്യമായ മറുപടി ദീനിലുണ്ട്. പക്ഷേ നമുക്കത് ആശയക്കുഴപ്പമായി തോന്നുന്നു നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്. ആ അറിവില്ലായ്മ എനിക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇമാം മാലിക് റഹിമഹുല്ലാഹിന്റെ അടുക്കൽ വന്നിട്ട് യമനിൽ നിന്ന് വന്ന് ചോദിക്കുന്ന സന്ദർഭം നമുക്കറിയാവുന്നതാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് ലാദ്രി എന്നാണ് പറഞ്ഞത്. അവരത്ഭുതപ്പെട്ടു പോയി, എങ്ങനെയാണ് ഇത്ര വലിയ പണ്ഡിതനായ താങ്കൾ ലാദ്രി എന്ന് പറയുന്നത്? ചരിത്രം നമുക്കറിയാവുന്നതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ലാദ്രി എന്നത് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. എനിക്ക് അറിവില്ല എന്നുള്ളത് ഏറ്റവും വലിയ അറിവാണ് എന്ന്
പല ആളുകളും പറഞ്ഞതുപോലെ. അതുകൊണ്ട് നമ്മൾ ദീനിൻ്റെ വിഷയത്തിൽ ഇടപെടുന്ന സമയത്ത് നമ്മളേറെ ശ്രദ്ധിക്കുക. നമ്മൾ സ്വന്തത്തിന് വേണ്ടി പഠിക്കുന്ന വിഷയമായാലും സമൂഹത്തോട് സംസാരിക്കുന്ന വിഷയമായാലും ആളുകൾക്കിടയിൽ ചർച്ച ചെയ്യുന്ന കാര്യമായാലും എല്ലാം നമ്മുടെ ദറജക്കനുസരിച്ച് നമ്മുടെ ലെവൽ എന്താണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുക. അതല്ലാതെ എല്ലാ വിഷയത്തിനും കയറി ഇടപെട്ട് എൻ്റേതായ ഒരു അഭിപ്രായം എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്, എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്, അങ്ങനെയില്ല ദീനിൽ അഭിപ്രായം ഖുർആൻ്റെയും ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അറിയുമെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. പല ആളുകൾക്കും അബദ്ധം സംഭവിച്ച വിഷയമായതുകൊണ്ട് കുറച്ച് കൂടുതൽ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. കാരണം 2 നിലക്കാണ് മനുഷ്യൻ വഴിതെറ്റിപ്പോവുക. ഒന്ന് ശഹ്വത്തും, രണ്ടാമത്തത് ശുബ്ഹത്തുമാണ്. ശൈത്താൻ മനുഷ്യനെ വഴിതെറ്റിക്കാൻ ഉപയോഗിക്കുന്ന 2 മാർഗം, ഒന്ന് ശഹ്വത്താണ്, ഒന്ന് ദേഹേച്ഛ. ദേഹേച്ഛ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദേഹേച്ഛ കൊണ്ട് അവൻ ദേഹേച്ഛക്ക് അടിമപ്പെട്ട് ഹറാമുകൾ ചെയ്യുക, മോശമായ കാര്യങ്ങൾ ചെയ്യുക, കബായിറുകൾ വൻപാപങ്ങൾ പ്രവർത്തിക്കുക. രണ്ടാമത്തെ ശുബ്ഹത്താണ്, ദീനിൻ്റെ വിഷയത്തിലുള്ള ആശയക്കുഴപ്പം. അതിലൂടെ ശൈത്താൻ അവനെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയും അത് ഒരു നിലക്ക് പറഞ്ഞാൽ ശഹ്വത്തിനേക്കാൾ അപകടകരമായ കാര്യമാണ്. ശഹ്വത്തിനേക്കാൾ, ദേഹേച്ഛകളേക്കാൾ അപകടകരമായ കാര്യമാണ് ദീനിലുള്ള ആശയക്കുഴപ്പങ്ങൾ എന്നുള്ളത്. അത് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. കാരണം ഹദീസിൽ തന്നെ വന്നത് ആർ ശുഭത്തിൽ നിന്ന് മാറി നിന്നുവോ അവൻ്റെ ദീനിനെയാണ് സംരക്ഷിച്ചിട്ടുള്ളത്, അവൻ്റെ അഭിമാനത്തെയാണ് അവൻ സംരക്ഷിച്ചിട്ടുള്ളത്. ഹദീസിൽ വ്യക്തമായി വന്നിട്ടുള്ള കാര്യമാണ്. 4ാമത്തെ കാര്യം, ഈ ഹദീസിൻ്റെ പരിധിയിൽ വരുന്ന 4ാമത്തെ കാര്യമാണ്, ദീൻ അനുവദിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആ അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ അതിൻ്റെ അളവും കഴിഞ്ഞ് പരിധി വിട്ടു പോവുക. ഉദാഹരണം, പൊതുവെ പണ്ഡിതന്മാർ പറയാറുള്ളത്, ഒരാൾ സ്വാഭാവികമായ ഒരു 3 മണിക്കൂർ ഒരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഒരു ദിവസം ഉറങ്ങണം. ദീൻ അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. ഉറക്കമെന്നത് മുബാഹാണ്. ആ ഉറക്കം അതൊരു 15 മണിക്കൂർ ഉറങ്ങുക എന്നുള്ളത് ദീൻ അനുവദിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു പരിധി വിടലാണ്. അതാണ് ഫുദൂൽ മുബാഹാത്ത്. അത് ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ശൈത്താൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം 4 കാര്യങ്ങൾ പറയാനുണ്ട്. 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങളിലൂടെയാണ് ശൈത്താൻ ഒരാളിലേക്ക് പ്രവേശിക്കുക. ഈ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ശൈത്താൻ്റെ പ്രവേശനത്തെ നമുക്ക് തടയാൻ പറ്റും. എന്താണ്? ഇംസാഖു ഫുദൂലിൻ നദ്രി, നോട്ടം നിയന്ത്രിക്കുക, നമ്മളെ കണ്ണിനെ നിയന്ത്രിക്കുക. അത് എന്താണ്? ഫുദൂലായ ആവശ്യമില്ലാത്ത നോട്ടങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. കണ്ണ് അപകടകരമായ കാര്യമാണ്. കാരണം ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ, അതെങ്കിൽ ദീനിൽ തന്നെ ഒരുപക്ഷെ അനവദനീയമായ നോട്ടങ്ങൾ തന്നെ അധികരിപ്പിച്ചായിരിക്കും ഒരുപക്ഷെ നമ്മൾ പിന്നീട് ഒരു ഹറാമിലേക്ക് ചെന്ന് വീഴുക. അതുപോലെ തന്നെ ഫുദൂലുൽ കലാം, സംസാരം, പരിധി വിട്ട സംസാരം അനുവാദമുള്ളതാണ്. പക്ഷെ അത് തന്നെ അതിൻ്റേതായ ഒരു പരിധി വിട്ടുള്ള സംസാരത്തിലേക്ക് നമ്മൾ കടന്നാൽ അത് നമ്മളെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു സുഹൃത്തുക്കളുമായി ഒരുമിച്ചിരുന്ന് സംസാരിക്കുക എന്നുള്ളത് അതിൻ്റെ അസൽ എന്താണ്? അടിസ്ഥാനം അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് തന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ, ഒരു 1 മണിക്കൂർ, ഒരു 1.5 മണിക്കൂറൊക്കെ ഇന്ന് 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ നമ്മുടെ നാട്ടിലുള്ള സാധാരണ സുഹൃത്തുക്കളുമായൊക്കെ ഇന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ആ അനുവദനീയമായ കാര്യങ്ങളിൽ നിന്നായിരിക്കും പയ്യെ അവരുടെ ഹൃദയത്തിലുള്ള ഷർറുകൾ നമ്മുടെ മനസ്സിലേക്ക് കയറുക. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അൻഫാസുന്നാസ് എന്താണ്? ദുഹാനുൽ ഖുലൂബ്. അതുപോലെ ഒരു വാക്ക് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതായത് മനുഷ്യരുടെ വായിൽ നിന്ന് വരുന്ന ശ്വാസം അത് ഹൃദയത്തിൻ്റെ പുകയാണ് എന്ന്. അതായത് ഒരു വ്യക്തിയുമായിട്ട് അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. അതിനപ്പുറത്തേക്ക് സംസാരിച്ചാൽ അവനിൽ നിന്ന് വരുന്ന ആ ശ്വാസം നമ്മളെ ഹൃദയത്തിന് പുകയായി ബാധിക്കുന്നതാണ്. ഹൃദയത്തിനെ എന്താണ്? കട്ടിയാക്കാൻ ആ സംസാരം തന്നെ മതി എന്നാണ്.
അനുവദനീയമായ കാര്യമായിരിക്കും. ഒരു ഹറാമൊന്നും ഒരു പക്ഷേ സംസാരിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ അത് തന്നെ ഒരു പരിധി വിട്ട് ആവശ്യത്തിൽ കൂടുതൽ ഫുദൂലായി സംസാരിക്കുക എന്നുള്ളത് ഒഴിവാക്കേണ്ട കാര്യമാണ്. 4-ാമത്തെ കാര്യം ഫുദൂലു ത്വആം, ആവശ്യത്തിനും കൂടുതൽ ഭക്ഷിക്കുക. ആവശ്യത്തേക്കാൾ കൂടുതൽ ഭക്ഷണം, അനുവദിച്ച ഭക്ഷണമുണ്ട്, നമുക്ക് ആവശ്യമായ ജീവിതം നിലനിർത്താൻ നിർബന്ധമായി കഴിക്കേണ്ട ഭക്ഷണമുണ്ട്. അതും ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ശൈത്താൻ്റെ പ്രവേശനത്തിന് കാരണമാവുന്ന കാര്യമാണ്. 4-ാമത്തെ കാര്യം മുഖാലത്തുൻ നാസ്, ജനങ്ങളുമായുള്ള ഇടപെടൽ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പറഞ്ഞതാണ്. കാരണം ജനങ്ങളുമായിട്ടുള്ള ഇടപെടൽ അനുവദിച്ച ഇടപെടൽ തന്നെയായിരിക്കും. പക്ഷേ ആ ഇടപെടൽ പയ്യെ വർദ്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ പറഞ്ഞതുപോലെ കൂടുതൽ നമ്മൾ ആളുകളുമായി ഇടപെട്ടാൽ ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ പല വിഷയങ്ങളും അവരനുസരിക്കേണ്ടി വരും. അവരുമായുള്ള ആ ബന്ധം അവരെ എതിർക്കാനോ അവരോട് അനുസരണക്കേട് കാണിക്കാനോ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ മടിയുണ്ടാക്കും മനസ്സിൽ. ആ മടി പയ്യെ അവരനുസരിക്കുന്നതിലേക്കും ആ അനുസരണ പിന്നീട് ഹറാമായ കാര്യങ്ങളിൽ അനുസരിക്കുന്നതിലേക്ക് വരെ എത്തിക്കാൻ സാധ്യതയുണ്ട്. റസൂലിനോട് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, വഇൻ തുതി അക്സറ മൻ ഫിൽ അർദി യുദില്ലുക അൻ സബീലില്ലാഹ്, ഭൂമിയിലുള്ള അധികം ആളുകളെയും താങ്കൾ അനുസരിച്ചിരുന്നുവെങ്കിൽ റസൂലെ ദീനിൽ നിന്ന് അവർ താങ്കളെ തെറ്റിച്ചു കളയുമായിരുന്നു, അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് അവർ താങ്കളെ തെറ്റിച്ചു കളയുമായിരുന്നു. റസൂലിനോടാണ് പറഞ്ഞത്. വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന റസൂലിനോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്കാര്യം പറയുന്നത് എങ്കിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കണമെന്ന് ചിന്തിക്കാം. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്. ഒന്ന് അനാവശ്യമായ നോട്ടം, 2-ാമത്തേത് സംസാരം, 3-ാമത്തേത് ഭക്ഷണം, 4-ാമത്തേത് ആളുകളുമായുള്ള ഇടപെടൽ. فإن الشيطان إنما يتسلط على ابن آدم وينال منه غرضه من هذه الأبواب ال4. ഈ 4 കാര്യങ്ങളിലൂടെയാണ് ശൈത്താൻ മനുഷ്യനെ അതിജയിക്കുകയും അവൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം മനുഷ്യനിൽ നിന്ന് നേടിയെടുക്കുകയും ചെയ്യുക എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കാം, ഇത്തരത്തിലുള്ള നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിവായി നിൽക്കാം. അതേപോലെ തന്നെ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞ 1-2 വാക്കുകൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അലാമത്തു ഇറാദില്ലാഹി തആല അനിൽ അബ്ദി അൻ യജ്അല ശുഗ്ലഹു ഫീമാ ലാ യഅനി. ഒരടിമയിൽ നിന്ന് അല്ലാഹു തിരിഞ്ഞു കളഞ്ഞു എന്നതിൻ്റെ അടയാളമാണ് അവൻ്റെ തിരക്കുകൾ മുഴുവൻ അവനൊരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങളിലാക്കി തീർക്കുക. അതായത് നമുക്കൊരു ദിവസത്തിൽ ലഭിക്കുന്ന 24 മണിക്കൂറിൽ അധിക സമയവും നമുക്കൊരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങളിലാണ് നമ്മൾ ചെലവഴിക്കുന്നത് എങ്കിൽ നമ്മുടെ പരലോകത്തെയാണ് നഷ്ടപ്പെടുത്തുന്നത്. കാരണം ഇബ്നുൽ ഖയ്യിം തന്നെ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, ഇദാഅത്തുൽ വഖ്തി അശദ്ദു മിനൽ മൗത്ത്. സമയം വെറുതെ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് മരണത്തേക്കാൾ ഗൗരവമുള്ളതാണ്. കാരണം മരിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവേ പോകണുള്ളൂ. സമയം നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പരലോകമാണ് പോണത്. പരലോകത്തേക്ക് സമ്പാദിക്കാനുള്ള സമയമാണ് നഷ്ടപ്പെടുത്തുന്നത്. അത് ഒരു ഉപകാരവുമില്ലാതെ കളഞ്ഞാൽ, ചില പണ്ഡിതന്മാർ അല്ലെങ്കിൽ മുൻഗാമികൾ പറഞ്ഞതുപോലെ, നിൻ്റെ ഒരു സമയം എന്നുള്ളത് 2-ൽ-1 നിനക്ക് ഉപകാരപ്പെടണം. ഒന്നിലെ ആഖിറത്തിന് ഉപകാരപ്പെടുന്ന സമയമാകണം, അതല്ലെങ്കിൽ നിൻ്റെ ദുനിയാവിന് ഉപകാരപ്പെടുന്ന സമയം. ഇത് 2-ലും നിനക്ക് ഉപകാരപ്പെടാത്ത സമയമാണ് എങ്കിൽ അത് ഭയങ്കര വലിയ നഷ്ടമാണ് എന്ന് മുൻഗാമികൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ സമയം ഏറെ വിലപ്പെട്ടതാണ്. സമയം ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സമയം നമുക്ക് കൂടുതൽ ലഭിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും. ഈ ഒരൊറ്റ ഹദീസ് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളത് ഇതിൽ ഏറ്റവും പരീക്ഷിക്കപ്പെടുന്ന മേഖലയാണ് ഈ ഫോൺ എന്നുള്ളത്. ഇതിനാണ് നമ്മുടെ ഒരുപാട് സമയം പോകുന്നത്. ഈ സാധനം ഇതിൻ്റെ ഇതിലിപ്പോൾ നോക്കിയാലൊക്കെ അറിയാൻ പറ്റുമല്ലോ ഓരോ ആപ്ലിക്കേഷൻ നമ്മൾ എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് നോക്കിയാൽ നമുക്ക് തന്നെ നമ്മളെ വിലയിരുത്താൻ പറ്റും. ഞാൻ എത്രത്തോളം ഉപകാരമുള്ള കാര്യങ്ങളിലാണോ എൻ്റെ സമയം ചെലവഴിച്ചത്, അതല്ല ഉപകാരമില്ലാത്ത കാര്യങ്ങളിലാണോ എന്ന്. ചില പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞതായി കാണാം, ഒരു ഉപകാരവുമില്ലാത്ത ചിന്തകൾ വരെ നമ്മൾ മാറ്റണം. അതായത് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം, എന്താണ് ഇന്നത് പഠിക്കണം, അത് കഴിഞ്ഞിട്ട് ഇന്ന ജോലി ചെയ്യണം, ഇന്ന ജോലി ചെയ്തിട്ട് ഇന്നത് ചെയ്യണം, അത് അങ്ങനെ എത്രയോ വർഷങ്ങൾക്ക് അപ്പുറം നടക്കാനുള്ള കാര്യങ്ങൾ വരെ ഇങ്ങനെ ഇരുന്ന് കണക്കൂട്ടി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ അത്ര ആയുസ് വരെ ചിലപ്പോൾ ഒരു പക്ഷേ ഇവനുണ്ടായിക്കൊള്ളണമെന്നില്ല. അത്രയും കാര്യങ്ങളിനെ വെറുതെ കണക്കൂട്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതുവരെ ഒരു ഉപകാരമില്ലാത്ത ചിന്തകൾ വരെ ഇതിൻ്റെ പരിധിയിൽ വരുമോ എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസാണ് ഈ ഹദീസ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ
വലിയ ഖൈർ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കാരണം 24 മണിക്കൂറിൽ ഒരുപാട് സമയം നമുക്ക് കിട്ടും ഉപകാരമുള്ള രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ. കാരണം ഉപകാരമില്ലാത്തതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന സമയം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ സമയം ഇവിടെ നമ്മുടെ മുന്നിൽ ഫ്രീ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ സമയം ഖൈറിലേക്കായിരിക്കും പിന്നെ പോവുക. സമയം എന്നുള്ളത് എന്തായാലും ഏതെങ്കിലും ഒന്നിൽ പോകും, യാതൊരു സംശയമില്ല. 24 മണിക്കൂർ ഇവിടെ ഉണ്ട്, നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ 1 മണിക്കൂർ ഇവിടെ ജീവിച്ചാൽ ആ 1 മണിക്കൂർ എങ്ങനെയും പോകും, യാതൊരു സംശയമില്ല. ആ പോകുന്നത് ഖൈറിലേക്കാണോ അതല്ല ഷർറിലേക്കാണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പോകുന്നുള്ളത് യാതൊരു സംശയമില്ല, പോകും. നമ്മളിവിടെ ജീവിച്ചാൽ ഒന്നിലെ നന്മയിലേക്ക് പോകും, അതിനെ ഷർറിലേക്ക് പോകും. ഈ ഉപകാരമില്ലാത്ത കാര്യങ്ങളിലേക്കാണ് പോകുന്നത് എങ്കിൽ ആ ഖൈർ വരുന്ന ആ അവസരമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുക. ഖൈറിന് പിന്നെ എങ്ങനെ വരും? ഉപകാരമില്ലാത്തതിലേക്ക് സമയം ചെലവഴിക്കുന്നതിൻ്റെ ജീവിതത്തിലേക്ക് എങ്ങനെ ഖൈർ വരും? ഖൈർ വരാൻ അവസരമില്ല. ഖൈർ വരണ്ടേ, സമയം വേണ്ടേ ഖൈറിന് വരാൻ? സമയമില്ല. ഇവന് ഉപകാരമില്ലാത്തതിലാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എങ്കിൽ. അതുകൊണ്ട് ഈ ഹദീസ് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായി ജീവിതത്തിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുക. ഈ ഹദീസ് നമ്മൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ മനഃപ്പാടമാക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, മനഃപ്പാടമാക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ഓർമ്മയിൽ വരാൻ എളുപ്പമാണ്. പഠിക്കുന്നതിൻ്റെ ഗുണം അതാണ്. ഈ ക്ലാസ് കേട്ട് പോകുന്നതും പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ക്ലാസ് കേട്ട് പോകുന്നത് കേട്ടിട്ടുണ്ടാവും, പക്ഷേ ആ ഹദീസ് ഓർക്കേണ്ട സമയത്ത്, അത് ഓർമ്മ വരേണ്ട സമയത്ത് ചിലപ്പോൾ അത് ഓർമ്മ വരില്ല. പക്ഷെ പഠിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ പഠിച്ചതാണ്, അവൻ അത്രയും ആ ഹദീസിൻ്റെ പിന്നാലെ പോയതാണ്, അത്രയും അവൻ പാരായണം ചെയ്തതാണ്. അതല്ലെങ്കിൽ അതിൻ്റെ മസാലകളും കാര്യങ്ങളും കുത്തിയിരുന്ന് പഠിച്ച് അത്രയും അവൻ്റെ ഹൃദയത്തിലൂടെ മനസ്സിലൂടെ അത് നീങ്ങിപ്പോയതാണ്. അങ്ങനെയുള്ള ഒരുത്തൻ്റെ ജീവിതത്തിൽ ആ ഹദീസ് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത് ഏത് സമയത്താണോ ആ സമയത്ത് ആ ഹദീസ് ഓർമ്മ വരാൻ സാധ്യത കൂടുതലാണ്. ഇതൊരു ക്ലാസ് വെറുതെ കേട്ട് പോയിട്ടുള്ളൂ. ഇത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ക്ലാസ് വെറുതെ കേൾക്കുന്നതും നമ്മൾ കുത്തിയിരുന്ന് പഠിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അത് വെറുതെ അറിവ് എന്നത് വെറുതെ നമ്മൾ അറിവിൻ്റെ ശേഖരം കൂട്ടുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലേക്കുള്ള അതിൻ്റെ എഫക്റ്റ് വളരെ വലുതാണ്. അതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് തന്നെ അറിയാം. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും, ഈ ഹദീസ് അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ഈ ആയത്തിൻ്റെ വിശദീകരണം അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്കങ്ങനെ ചെയ്യേണ്ടി വരില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാനങ്ങനെ അകപ്പെടില്ലായിരുന്നു എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നെ അനുഭവം ഉണ്ടാവും. അതിൻ്റെ കാരണം ഇതാണ്, നമ്മൾ പഠിക്കണം. ദീൻ എന്നുള്ളത് പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക. കാരണം പല ആളുകളും ചെറുപ്പക്കാരാണ്. ഈ ചെറുപ്പം, ഈ യുവത്വം എന്നുള്ളത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ നമ്മൾ പരമാവധി സമയം കണ്ടെത്തണം. മാത്രമല്ല ഈ മേഖലയിൽ ആളുകൾ കുറവാണ്, നമുക്കറിയാം. കേരളത്തിൻ്റെ തന്നെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. പള്ളികളാണ് കൂടുതൽ, ദായിമാർ കുറവാണ്. അതുപോലെ തന്നെ സമൂഹത്തിൽ ഷെറിൻ്റെ, ബിദഅത്തിൻ്റെ, ഷിർക്കിൻ്റെ പ്രബോധകന്മാർ കൂടുതലാണ്. ഒന്ന് ചിന്തിച്ചാൽ മതിയല്ലോ. അതായത് ബിദഅത്തിൻ്റെയും ഖുറാഫാത്തിൻ്റെയും കോളേജുകളിൽ നിന്ന് ഒരു വർഷം പുറത്തിറങ്ങുന്ന ആളുകളുടെ എണ്ണം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. നിങ്ങൾ ഈ ജില്ലയിൽ തന്നെ ഒന്ന് പരിശോധിച്ചാൽ, നിങ്ങൾ ഈ ജില്ലയിൽ ബിദഅത്തിൻ്റെ ദാഇമാരായി പുറത്തിറങ്ങുന്ന ആളുകളുടെ എണ്ണവും യഥാർത്ഥ സുന്നത്തിൻ്റെ മൻഹജ് പഠിച്ച ആളുകളായി പുറത്തിറങ്ങുന്നവരുടെ എണ്ണം തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ എത്ര വ്യത്യാസമുണ്ടാവും. കാരണം ഈ പുറത്തിറങ്ങുന്ന ആയിരങ്ങളെ, അതല്ലെങ്കിൽ 10,000ങ്ങളുടെ നേരിടാൻ ഇവിടെ എതിർവശത്ത് ഹക്കിൻ്റെ ആളുകളായിട്ട് പഠിച്ച് പുറത്തിറങ്ങുന്നവർ വളരെ തുച്ഛമാണ്. ഇത്രയും അവർ ബിദഅത്ത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറം ഈ ഹക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ദായിമാർ ആവശ്യമാണ്. ഇതിനാര് വരും? ഇനി പുതിയൊരു തലമുറ ജനിച്ചുണ്ടായിട്ട് വേണം. നമ്മൾ തന്നെ ഇറങ്ങണം, നമ്മൾ തന്നെ പുറത്തു വന്നിട്ട് കാര്യമുള്ളൂ, നമ്മൾ തന്നെ തയ്യാറായിട്ടേ കാര്യമുള്ളൂ. നമ്മൾ തന്നെ തുനിഞ്ഞിറങ്ങണം, പഠിക്കാൻ തയ്യാറായി പുറത്തേക്ക് ഇറങ്ങണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ആ ദീനി പഠനത്തിൻ്റെ മാർഗത്തിൽ പറ്റുന്നവർ, അതിനുള്ള സാഹചര്യവും അതുപോലെ തന്നെ കഴിവും എല്ലാം ഒത്തു വന്നിട്ടുള്ള ആളുകൾ ഇതിൽ നിന്നൊരിക്കലും പിന്തിരിയാൻ പാടില്ല. പറ്റുമെങ്കിൽ ആ മേഖലയിൽ തന്നെ നമ്മുടെ സേവനം നമ്മൾ ചെലവഴിക്കാൻ പരിശ്രമിക്കണം. കാരണം ഇതിനോടും തുല്യമായി മറ്റൊന്നുമില്ല. ഒരു നന്മ എത്തിച്ചു കൊടുത്താൽ ആ നന്മ പ്രവർത്തിക്കുന്നവരുടെ എല്ലാം പ്രതിഫലം ഒട്ടും കുറയാതെ ആ എത്തിച്ച ആൾക്ക് ലഭിക്കുമെന്നതാണ്. എന്ത് വലിയ ബിസിനസ്സാണ്! ഇതിനേക്കാൾ വലിയ പരലോകത്തേക്കുള്ള ബിസിനസ് ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജിക്കും മിൻ അദാബിൻ അലീം.
നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു കച്ചവടത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് അള്ളാഹു ചോദിച്ചതുപോലെ ഏറ്റവും വലിയ കച്ചവടമാണ്, ഏറ്റവും വലിയ ബിസിനസ്സാണ്, ഏറ്റവും വലിയ ബിസിനസ്സാണ് ആളുകൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. അത് നാളെ പരലോകത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഈ മാർഗത്തിൽ നമ്മൾ നമ്മുടെ സമയവും നമ്മുടെ സേവനവും പരമാവധി നമ്മൾ കൊടുക്കാൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സാഹചര്യം എല്ലാം അള്ളാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.